ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കറങ്ങി നടക്കും. മോഷണം നടത്തേണ്ട വീടുകൾ നോക്കിവെക്കും. രാത്രി മുഖം മറച്ച് ദേഹത്താകെ എണ്ണയും കരിയും തേച്ച മാരകായുധങ്ങളുമായി എത്തും. അടുക്കള വാതിൽ തകർത്ത് വീടിനകത്തേക്ക്. പിടിക്കപ്പെടുമെന്നുറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്നതാണ് ഇവരുടെ രീതി. ആളുകളെ കൊല്ലാനും മടിക്കാറില്ല. സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കാറ്. പറഞ്ഞു വരുന്നത് മോഷണം കുലത്തൊഴിലായി കാണുന്ന ക്രൂരതയുടെ മറുപേരായ കുറുവാ സംഘത്തെക്കുറിച്ചാണ്. കുപ്രസിദ്ധ മോഷ്ടാക്കളായ കുറുവാ സംഘം എറണാകുളത്ത് എത്തിയതായി സംശയം ഇപ്പോൾ ബലപ്പെട്ടിട്ടുണ്ട്. വടക്കൻ പരവൂരിൽ കുറുവാ സംഘം എത്തിയെന്ന് സംശയിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വന്നത്. ചില CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ഒരു കാലത്ത് കേരളത്തിലടക്കം പേടി സ്വപ്നമായിരുന്നു കുറുവാ സംഘങ്ങൾ. ആയുധധാരികളായ സംഘമെന്നാണ് കുറുവാ സംഘം എന്ന വാക്കിന്റെ അർത്ഥം. തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് നൽകിയത്. തിരുട്ട് ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് കുറുവാ സംഘം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. നിലവിലെ കുറുവാ സംഘത്തിലുള്ളവരെല്ലാം ആ ഗ്രാമത്തിൽ ഉൾപ്പെടുന്നവരല്ല. ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘമാണ് ഇവരുടേത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. പാരമ്പര്യമായി കൈമാറി കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുമെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് ഇവർ ഓരോ പ്രദേശത്തെത്തി മോഷണം നടത്തുന്നത്. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കെട്ടും. ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടി വെച്ച് അതിനു മേതെ നിക്കർ ധരിക്കും. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും. പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല, മറിച്ച് വലിയൊരു സംഘമാണ് ഇവരുടേത്. കുറഞ്ഞത് 3 പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത്. അടുക്കള ഭാഗത്തെ വാതിൽ തകർത്ത് അകത്ത് കയറും. ചിലപ്പോൾ കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നു വിട്ടും വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുകയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നതും ഇവരുടെ രീതിയാണ്. മോഷണത്തെ തൊഴിലായി കാണുന്ന ഇവർക്ക് ആളുകളെ ആക്രമിക്കുന്നതിലോ കൊല ചെയ്യുന്നതിലോ ഒന്നും യാതൊരു കുറ്റബോധവും ഉണ്ടാകാറില്ല. ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും തട്ടിയെടുക്കുന്ന രീതിയും ഇവർക്കുണ്ട്. സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക രീതിയിലുള്ള കത്രികയും ഇവർ ഉപയോഗിക്കാറുണ്ട്. പണ്ട് തൊട്ടേ കുറുവാ സംഘങ്ങളുടെ ക്രൂരതകൾ പാടിത്തെളിഞ്ഞ ഇടങ്ങളുണ്ട് ഇവിടെ. അത്രയേറെ ഭീതി പടർത്തിയിട്ടുണ്ട് അവരുടെ ക്രൂരതകൾ.